ിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. നമുക്കറിയാം അവിടുത്തെ വാശിയും വീറുമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാവരും കാണുന്നതുമാണ്. 14 ലക്ഷത്തോളം വോട്ടർമാരാണ്, 14,30,531 വോട്ടർമാരാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ തങ്ങളുടെ അവകാശം വിനിയോഗിക്കാൻ പോകുന്നത്. 73.74 ആയിരുന്നു 2019 ഇവിടുത്തെ പോളിംഗ് ശതമാനം. തിരുവനന്തപുരം ജഗതി ബൂത്ത് എന്നും പ്രശസ്തമായ ഒരു ബൂത്താണ്. നിരവധി VIP-കൾ വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്ത് കൂടിയാണ് ജഗതി ബൂത്ത് എന്നറിയാം. അവിടെ VR കാർത്തിക് ഉണ്ട്. കാർത്തിക്, ജഗതി ബൂത്ത് നമുക്കറിയാം അല്പസമയത്തിനകം തന്നെ നിരവധി നേതാക്കളടക്കം അവിടെ വോട്ട് ചെയ്യാൻ എത്തും. എപ്പോഴും ദൃശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബൂത്ത് കൂടിയാണ് ജഗതി ബൂത്ത്. എന്താണ് അവിടുത്തെ വോട്ടർമാരുടെ ക്യൂ ഉണ്ടോ? അവിടെ രാവിലെ മുതൽ തിരക്കുണ്ടോ? പോളിംഗ് സുഗമമായി പുരോഗമിക്കുന്നോ? രഞ്ജിത്ത്, ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ജഗതി ഗവൺമെന്റ് HS ജഗതി സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് 88 മുതൽ 91 വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകൾ. സാധാരണഗതിയിൽ നഗര കേന്ദ്രീകൃതമായ ബൂത്തുകളിൽ രാവിലെ ഇത്ര ക്യൂ പതിവുള്ളതല്ല. പക്ഷേ ഇക്കുറി ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഏതാണ്ട് 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചു. 7:30 തന്നെ ഈ സ്കൂളിലുള്ള 4 ബൂത്തുകളിലും നീണ്ട ക്യൂ കാണാം. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ടിങ്ങിന് എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മളിപ്പോൾ കാണുന്ന ഈ പോളിംഗ് സ്റ്റേഷനിൽ ഏതാണ്ട് 1248 വോട്ടർമാരാണ് ഉള്ളത്. ഈ ബൂത്തിൽ തന്നെയാണ് AK ആന്റണി അടക്കമുള്ള പ്രമുഖരും വോട്ട് ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ അനിൽ ആന്റണി, AK ആന്റണി അടക്കമുള്ളവർ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തും എന്ന്. അതാണ് കൗതുകം. അനിൽ ആന്റണി നമുക്കറിയാം പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയാണ്. പിതാവിനെതിരെ പോലും നേരത്തെ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയമായ നിലപാടെടുത്ത ആളാണ്. സാധാരണ ആന്റണി വരുമ്പോൾ മക്കളും ഭാര്യയും ഒക്കെ ഒപ്പം ഉണ്ടാകും. ഇത്തവണ അനിൽ ആന്റണിയെ പ്രതീക്ഷിക്കണോ കാർത്തിക്, ആന്റണിക്കൊപ്പം? ഇത്തവണ രാവിലെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തും എന്നാണ് അനിൽ ആന്റണി അറിയിച്ചിരുന്നത്. 10 മണിയോടുകൂടി AK ആന്റണി എത്തും എന്നും അറിയിച്ചിരുന്നു. ഏതായാലും അല്പസമയത്തിനകം അനിൽ ആന്റണി എത്തും. അനിൽ ആന്റണിക്കൊപ്പം AK ആന്റണി എന്തായാലും ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 10 മണിയോടുകൂടി AK ആന്റണിയും കുടുംബസമേതം ഈ ബൂത്തിൽ എത്തും. ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നഗര കേന്ദ്രീകൃതമായ ബൂത്തുകളിൽ നീണ്ട ക്യൂ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്ത്രീകളും കുട്ടികളെ അടക്കം കൊണ്ടുവന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു കാഴ്ച. സ്ത്രീകളുടെ നീണ്ട നിര, അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കണക്ക് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതാണ്. ആ 14,743,000-ലധികം വോട്ടർമാരും സ്ത്രീ വോട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ സ്ത്രീ വോട്ടർമാർ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന പതിവിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ച, പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായ ബൂത്തുകളിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റ് HS ജഗതിയാണ്. ഇതിനകത്ത് 4 പോളിംഗ് സ്റ്റേഷനുണ്ട്. ഏതാണ്ട് 4 പോളിംഗ് സ്റ്റേഷനിലൂടെ 4000-നും 5000-നും ഇടയിൽ വോട്ടർമാർ. പക്ഷേ ആദ്യ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഏതാണ്ട് 50-ലധികം പേർ ഓരോ പോളിംഗ് ബൂത്തിന് മുന്നിലും വോട്ട് രേഖപ്പെടുത്താൻ നിൽക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. അല്പസമയത്തിനകം തന്നെ പ്രമുഖ നേതാക്കളും ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് AK ആന്റണി, അനിൽ ആന്റണി അടക്കമുള്ളവർ. നമുക്ക് ഈ ക്യൂവിൽ താരകല്യാൺ അടക്കം പ്രമുഖരെയും കാണാം. അത്തരത്തിൽ താരങ്ങളടക്കം കാര്യമായി ആദ്യ മണിക്കൂറിൽ തന്നെ ഈ വോട്ടിങ്ങിനോട് പ്രതികരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് പ്രചരണത്തിലുടനീളം കണ്ട ആവേശം പോളിംഗിലും കാണുന്നു എന്നതാണ് ഈ കാഴ്ചകൾ. വലിയ ആവേശമായിരുന്നു. അതേ വാശിയും വീറും ഈ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് വേണം രാവിലത്തെ ഒരു ട്രെൻഡ് കാണുമ്പോൾ മനസ്സിലാക്കാൻ. നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ 14,30,531 വോട്ടർമാരുള്ള ഒരു വലിയ ലോക്സഭാ മണ്ഡലമാണ്. അതിൽ കാർത്തിക് പറഞ്ഞതുപോലെ 7,41,000-ഓളം ആളുകൾ സ്ത്രീ വോട്ടർമാരുള്ള ഒരു പ്രദേശമാണ്. 6,89,000-ആണ് പുരുഷ വോട്ടർമാരുടെ എണ്ണം. കഴിഞ്ഞ തവണ UDF-ന് 4,16,131 വോട്ടുകൾ തരൂർ നേടിയാണ് 2019 വിജയിച്ചത്. രണ്ടാം സ്ഥാനത്ത് അന്ന് BJP ആയിരുന്നു. BJP നേടിയ വോട്ടെണ്ണം അത് 3,16,142 ആയിരുന്നു. 73.74% വോട്ടർമാരാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഈ കാലാവസ്ഥ അനുകൂലമാണ് ഇപ്പോൾ എന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ മഴ പെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അതൊക്കെ ഒരു പക്ഷേ വോട്ടർമാരെ രാവിലെ തന്നെ ബൂത്തുകളിലേക്ക് എത്താൻ പ്രേരിപ്പിക്കും. ഒപ്പം ഈ തീരദേശ മേഖലകൾ നമുക്കറിയാം എപ്പോഴും കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്ന വിധി നിർണയത്തിൽ നിർണായകമായ മേഖലയാണ്. അവിടുത്തെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? മറ്റ് ബൂത്തുകളിലും സമാനമായി തന്നെ വലിയ ക്യൂ രേഖപ്പെടുത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്?
തീരദേശത്തെ 13 വാർഡുകൾ, ആ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണം 3 മുന്നണികളും ശക്തമാക്കിയിരുന്നു. ഏതായാലും രാവിലെ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പൊഴിയൂർ മുതൽ പെരുമാതുറ വരെയുള്ള തീരദേശത്തെ ബൂത്തുകളിലും ആദ്യ മണിക്കൂറുകളിൽ തന്നെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് 73% പോളിംഗെങ്കിൽ ഈ ആദ്യ മണിക്കൂറുകളിലെ സൂചനകൾ കണ്ട് ഒരുപക്ഷെ മുന്നണികൾ കണക്ക് കൂട്ടുന്നുണ്ടാകാം. പോളിംഗ് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തേക്കാളും ഉയരും എന്നത്. കാരണം പ്രായഭേദമന്യേ എല്ലാവരും ഒരുപക്ഷെ സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നു. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥയാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ഇവരെ രാവിലെ തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ രാവിലത്തെ അവസ്ഥ തിരുവനന്തപുരം അടക്കമുള്ള സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലും അതിശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വോട്ടർമാരുടെ വലിയ നിര ഈ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. നമുക്ക് രാവിലെ മുതൽ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനപ്പെട്ട പല പ്രമുഖ വ്യക്തികളും വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. അതിനുശേഷം അവർ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. ഒപ്പം മിക്ക മണ്ഡലങ്ങളിലും വലിയ തോതിൽ ആളുകളുടെ ക്യൂ ഉണ്ട്. രാവിലെ മുതൽ തന്നെ വോട്ടർമാർ ഈ ബൂത്തുകളിലേക്ക് പ്രവഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം. കോഴിക്കോട്